നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് സൂര്യണ്ണനെ പറ്റിയാണ്. നമുക്കറിയാം, നിലവിൽ സൂര്യണ്ണന്റെ റിട്രോ സിനിമ പുറത്തിറങ്ങി. ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു. പലർക്കും ഉറപ്പുണ്ടായിരുന്നു ഈ ഒരു സിനിമയിലൂടെ സൂര്യണ്ണൻ ഉറപ്പായും തിരിച്ചു വരുമെന്ന്. കാരണം ഇത് കാർത്തിക് സുബ്രാജിന്റെ പടമായിരുന്നു. നമുക്കറിയാം, കാർത്തിക് സുബ്രാജ് തമിഴിലെ തന്നെ ഒരുപാട് സിനിമകൾ എടുത്ത മികച്ചൊരു ഡയറക്ടറാണ്. റിട്രോ സിനിമയുടെ ട്രെയിലറും ടീസറും എല്ലാം വളരെ മികച്ചതായിരുന്നു. ഇതുകൊണ്ട് തന്നെ വലിയൊരു ഹൈപ്പ് കയറി. പക്ഷെ സിനിമ പലരും പ്രതീക്ഷിച്ച ആ ഒരു ഔട്ട്പുട്ട് വന്നില്ല. ഇതുകൊണ്ട് പലർക്കും തൃപ്തിയായി. ഇനി സൂര്യണ്ണൻ തിരിച്ചു വരാൻ ഒരു 5 വർഷം കൂടി കാത്തിരുന്നു റോളക്സ് ഇറങ്ങണമെന്നാണ് പലരും പറയുന്നത്. ഒരു കാലത്ത് സൂര്യണ്ണൻ വിജയണ്ണനെ ക്ലാഷ് വെച്ച് തോൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിലവിലെ കാര്യം നോക്കിയാൽ സൂര്യണ്ണൻ വളരെ ഡൗൺ ആണ്. 97 പുറത്തിറങ്ങിയ നേർക്കുനേർ എന്ന സിനിമയിൽ വിജയണ്ണന്റെ ഒപ്പമായിരുന്നു സൂര്യണ്ണൻ കടന്നു വരുന്നു. പിന്നീട് ഇതേ വിജയണ്ണന് തന്നെ കോമ്പറ്റീഷൻ കൊടുത്ത നടനാണ് സൂര്യണ്ണൻ. നേർക്കുനേർ എന്ന സിനിമയിൽ സൂര്യണ്ണന്റെ ക്യാരക്ടർ യഥാർത്ഥത്തിൽ അജിത്ത് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ചില ഡേറ്റിംഗ് പ്രശ്നം കൊണ്ട് അജിത്തിന് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെയാണ് ഈ ഒരു റോള് സൂര്യണ്ണനെ തേടി വന്നത്. ഈ ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ മണിരത്നമായിരുന്നു. സൂര്യണ്ണന്റെ ഫാദറായ ശിവകുമാർ ഓൾറെഡി നടനാണ്. സെറ്റിൽ വെച്ച് മണിരത്നം സൂര്യണ്ണനെ കണ്ടു. ഈ ഒരു ക്യാരക്ടറിന് സൂര്യണ്ണന് പെർഫെക്റ്റ് ആയി തോന്നി. അങ്ങനെയാണ് ഈ റോള് സൂര്യണ്ണന് കിട്ടിയത്. ഫസ്റ്റ് സിനിമയിൽ തന്നെ മികച്ച പെർഫോമൻസ് കൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെടാൻ സൂര്യണ്ണന് കഴിയും. പിറ്റേ വർഷം കാതലാൻ നിമ്മതി എന്ന സിനിമ ചെയ്തു. പക്ഷേ ഇത് വലിയൊരു വിജയം നേടിയില്ല. സെയിം വർഷം തന്നെ സന്ദീപ് ഓമ എന്ന സിനിമ ചെയ്തു. ഇതും വലിയൊരു വിജയം നേടിയില്ല. പക്ഷെ ഓരോ സിനിമയിലും സൂര്യണ്ണന്റെ പെർഫോമൻസ് മികച്ചതായിരുന്നു. ഈ ഒരു പെർഫോമൻസ് കണ്ട് വിജയണ്ണന്റെ ഡാഡി 99 വിജയകാന്തിനോടൊപ്പം സൂര്യണ്ണനെ ലീഡ് ക്യാരക്ടറാക്കി പെരിയണ്ണ എന്ന സിനിമ എടുത്തു. സിനിമ വലിയൊരു വിജയം നേടി. സൂര്യണ്ണൻ കൂടുതൽ ഫേമസ്. പിന്നീട് അതേ വർഷം പൂവെല്ലാം കെട്ടുപാർ എന്ന സിനിമയിൽ അഭിനയിച്ചു. ഇതിലായിരുന്നു സൂര്യൻ ജ്യോതികയും ആദ്യമായി ഒന്നിച്ച് അഭിനയിച്ചത്. ഈ ഒരു സിനിമയിൽ സൂര്യണ്ണൻ നായകനായിരുന്നു. സിനിമ വലിയൊരു വിജയം നേടി. പിന്നീട് 2001 ഫ്രണ്ട്സ് എന്ന സിനിമ ഇറങ്ങി. മലയാളത്തിലെ ഫ്രണ്ട്സിന്റെ റീമേക്ക് ആയിരുന്നു തമിഴിലെ ഫ്രണ്ട്സ്. സിദ്ദിഖ് തന്നെയായിരുന്നു ഈ ഒരു സിനിമയുടെ ഡയറക്ടർ. വിജയണ്ണനൊപ്പം സൂര്യണ്ണൻ മെയിൻ ക്യാരക്ടറായിരുന്നു. ജയറാമിന്റെ ക്യാരക്ടറാണ് വിജയണ്ണൻ ചെയ്തത്. മുകേഷിന്റെ ക്യാരക്ടർ സൂര്യണ്ണൻ. ഈ ഒരു സിനിമയിൽ സൂര്യണ്ണന്റെ പെർഫോമൻസ് കൂടുതൽ മികച്ചിരുന്നു. അതേ വർഷം നന്ദ എന്ന സിനിമ ഇറങ്ങി. ഇതുവരെ ഇറങ്ങിയ സിനിമയിൽ സൂര്യണ്ണൻ പെർഫോമൻസ് കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടു. ഈ ഒരു സിനിമയിൽ സൂര്യണ്ണൻ നായകനായിരുന്നു. മാത്രവുമല്ല, വളരെ മികച്ച പെർഫോമൻസ് ആയിരുന്നു. ഈ ഒരു സിനിമ കൊണ്ട് സൂര്യണ്ണൻ ഒരു നിസ്സാര നടനല്ല, അഭിനയത്തിന്റെ കാര്യത്തിൽ വളരെ കഴിവുള്ള ഒരു നടനാണെന്ന് ആളുകൾക്ക് മനസ്സിലായി. ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടി. പിന്നീട് സൂര്യണ്ണൻ പല സിനിമകളിൽ അഭിനയിച്ചു. വിക്രത്തിന്റെ കൂടെ പിതാമഹൻ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ സൂര്യണ്ണൻ ആളുകൾക്ക് ഇമോഷണലി ടച്ചിങ് ആയി. ഈ ഒരു സിനിമയിലെ നായകൻ വിക്രം ആയിരുന്നു. വിക്രമിന്റെ കാര്യം നമുക്കറിയാം, ആർക്കും അധികം കഴിയാത്ത ചില ക്യാരക്ടേഴ്സ് പ്രത്യേകം സെലക്ട് ചെയ്ത് വളരെ മികച്ചതാക്കുന്ന നടനാണ്. അങ്ങനെയുള്ള വിക്രമിന്റെ ഒപ്പം അഭിനയത്തിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. പക്ഷേ സൂര്യണ്ണൻ വിക്രമിന്റെ ഒപ്പം നിന്നുകൊണ്ട് തന്റെ ക്യാരക്ടർ മികച്ചതാക്കി. ഈ ഒരു സിനിമയിലെ പെർഫോമൻസിന് വിക്രമിന് നാഷണൽ അവാർഡ് കിട്ടി. 2 ക്യാരക്ടേഴ്സും ഇമോഷണലി ടച്ചിങ് ആയി. പിന്നീട് സൂര്യണ്ണൻ പേരഴകൻ എന്ന കുഞ്ഞിക്കൂനന്റെ റീമേക്കിൽ അഭിനയിച്ചു. ദിലീപ് ചെയ്തു വെച്ച ക്യാരക്ടർ ഒട്ടും മോശമാക്കാതെ ഡീസന്റ് ആയി തന്നെ സൂര്യണ്ണൻ ചെയ്തു. ഈ ഒരു സിനിമയിലൂടെ സൂര്യണ്ണൻ സ്റ്റേറ്റ് അവാർഡും കിട്ടി. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ക്യാരക്ടറുകൾ ചെയ്യാൻ യൂത്ത് നടന്മാര് വിക്രമിന് മാത്രമേ കഴിഞ്ഞിരുന്നുള്ളൂ. പിന്നീട് ചെയ്ത നടനാണ് സൂര്യണ്ണൻ. പിന്നീട് മണിരത്നം വരെ സൂര്യണ്ണനെ തേടി വന്നു. ആയുധം എഴുത്തെന്ന സിനിമ വലിയൊരു വിജയം നേടി. പിന്നീടാണ് ഗജനി റിലീസായത്. 2004 നമുക്ക് പറയേണ്ട ആവശ്യമില്ല, സൂര്യണ്ണന്റെ കരിയറിലെ തന്നെ വളരെ ഫാൻ ബേസ് ഉള്ള സിനിമയാണ്. സിനിമയും പാട്ടും ആ വർഷം ട്രെൻഡിങ് ആയി മാറി. ഈ ഒരു ക്യാരക്ടറിലൂടെ സൂര്യണ്ണന് ഒരു സ്റ്റാർഡം ഉണ്ടാക്കി. മിസ്റ്റർ പെർഫെക്ഷനിസ്റ്റ് എന്നറിയപ്പെടുന്ന നമ്മുടെ ആമിർ ഖാൻ വരെ ഈ ഒരു ക്യാരക്ടറിൽ സൂര്യണ്ണന്റെ ഒപ്പം എത്താൻ കഴിഞ്ഞു. പിന്നീടാണ് വേലു സിനിമ ഇറങ്ങിയത്. വേലു സിനിമ നിങ്ങൾ പലതവണ ഇൻസ്റ്റയിൽ കണ്ടിട്ടുണ്ട്. ഈ ഒരു സിനിമ ശരിക്കും വലിയൊരു വിജയം നേടിയ സിനിമയായിരുന്നു. മലയാളത്തിലേക്ക് വന്നപ്പോൾ കൈരണ്ടി ഡബിംഗ് ആയിരുന്നു ഈ ഒരു സിനിമയെ കോമഡിയാക്കിയത്. പോരാത്തതിന് റീൽസും. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, രാവിലത്തെ ബസ്സിൽ കയറി എറണാകുളത്ത് പോവണ്ടേ, ഇവിടെ എന്താ ജോലി? എന്റെ കൽബിലെ വെണ്ണിലാവു നീ നല്ല പാട്ടുകാരി. മൊഞ്ചത്തി പെണ്ണേ, ഈ അവിടെ നിക്കന്ന് ഞമ്മളൊന്ന് കണ്ടോട്ടെ. ഈ ഹാഫ് സാരിയിൽ എന്നെ കാണാൻ എന്ത് മൊഞ്ചാണെന്നറിയോ? ഒന്ന് നിർത്തടാ. ഓക്കെ. ഈ ഒരു സീൻ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്നറിയാം, എങ്കിലും ഒന്നും കൂടി കാണും. ഇത് കഴിഞ്ഞൊരു കാര്യം പറയാനാണ്. എന്താടാ നോക്കുന്നേ? എറണാകുളത്ത് നിന്ന് കോഴിക്കോട് ഇത്രയും പെട്ടെന്ന് ഞാൻ എങ്ങനെ എത്തിയെന്നാണ് ആലോചിക്കുന്നത്. MG റോഡിൽ നിന്ന് എയർപോർട്ടിലേക്ക് 3 മിനിറ്റ്, എറണാകുളം എയർപോർട്ടിൽ നിന്ന് കോഴിക്കോട് എയർപോർട്ടിലേക്ക് ഫ്ലൈറ്റിൽ 5 മിനിറ്റ്, കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ജീപ്പിൽ ഇങ്ങോട്ട് എത്താൻ വെറും 2 മിനിറ്റ്. ആകെ മൊത്തം 10 മിനിറ്റ് കൊണ്ട് ഞാൻ ഇവിടെ എത്തിയത് കണ്ടോ? അതായത് ഇനി കാണാൻ പോകുന്നത് ഒറിജിനൽ ഡബിംഗ് ആണ്. ഒറിജിനൽ ഡബിംഗ് 100% ബെറ്റർ ആണ്. மெட்ராஸ் 10 நிமிஷத்துல 400 கிலோமீட்டர் எப்படி தாண்டி வந்து முழிக்கிறியா? மவுண்ட் ரோட்ல இருந்து மெட்ராஸ் ஏர்போர்ட்டுக்கு 3 நிமிஷம், மெட்ராஸ் ஏர்போர்ட்ல இருந்து மதுரை ஏர்போர்ட்டுக்கு ஃளைட்ல 5 நிமிஷம், மதுரை ஏர்போர்ட்ல இருந்து திண்டுக்கல் வழியா சொக்கம்பட்டிக்கு 2 நிமிஷம். ஆக மொத்தம் 10 நிமிஷத்துல இங்க நிக்கிற பாத்தியா?
ഇതുവരെയുള്ള സിനിമകളിൽ നിന്ന് ആക്ഷൻ, റൊമാൻസ്, മാസ്, കോമഡി, ത്രില്ലർ തുടങ്ങി എല്ലാ മേഖലയിലും സൂര്യണ്ണൻ കൈവച്ചു. അങ്ങനെ സൂര്യണ്ണനും സ്റ്റാറായി. പിന്നീടാണ് വാരണമായിരം സിനിമ ഇറങ്ങിയത്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല, സിനിമ വളരെ ട്രെൻഡിങ് ആയിരുന്നു. ആ ഒരു ടൈമിൽ യൂത്തിനിടയിൽ സിക്സ് പാക്ക് എല്ലാം ട്രെൻഡാക്കിയത് ഈ ഒരു സിനിമയാണ്. പിന്നീടാണ് അയൻ സിനിമ ഇറങ്ങിയത്. ഇതും കൂടി ആയപ്പോൾ മറ്റ് സ്റ്റാർസിന് സൂര്യണ്ണൻ ഒരു ടൈറ്റ് കോമ്പറ്റീഷനായി. പിന്നീടാണ് സിംഗർ സിനിമ ഇറങ്ങിയത്. സിനിമ വലിയൊരു വിജയം നേടി. സൂര്യണ്ണന്റെ ഫാൻസിന് തല താഴ്ത്തേണ്ടേ വന്നിട്ട് അടുപ്പിച്ച് വിജയങ്ങൾ, എടുത്തു പറയാൻ പറ്റുന്ന നല്ല ക്യാരക്ടേഴ്സ്. പിന്നീട് ഏഴാം അറിവ് സിനിമ ഇറങ്ങി. സിനിമ കേരളത്തിൽ വലിയൊരു വിജയം നേടി. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു ആവറേജ് ആയിരുന്നു. തമിഴ് ഓഡിയൻസിന് അത്ര മനസ്സിലായില്ല. പിന്നീട് മാട്രാം സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമ ഒരു ആവറേജ് ആയിരുന്നു. പിന്നീട് സിംഗം 2 വന്നു. സിനിമ വലിയൊരു വിജയം നേടി. സൂര്യണ്ണന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വിജയം. പിന്നീട് അഞ്ചാൻ സിനിമ ഇറങ്ങി. ഈ ഒരു സിനിമയ്ക്ക് ഓവർ ഹൈപ്പായിരുന്നു. ഇതുകൊണ്ട് തന്നെ ഒരു എബോവ് ആവറേജ് ആയിരുന്നു. പക്ഷേ സിനിമയിലെ ലുക്കും ആ ഒരു മാലയല്ല കേരളത്തിൽ വരെ ട്രെൻഡിങ് ആയിരുന്നു. പിന്നീടാണ് സൂര്യണ്ണന്റെ ഡൗൺഫാൾ തുടങ്ങിയത്. മാസ്, 24, സിംഗം 3, താന സേന്ത കൂട്ടം, NGK, കാപ്പാൻ തുടങ്ങിയ സിനിമകൾ വലിയൊരു വിജയം നേടി. 24 സിനിമ കേരളത്തിൽ വിജയമായിരുന്നു. തമിഴ്നാട്ടിൽ ആവറേജ് ആയിരുന്നു. ടൈം ട്രാവൽ കൺസെപ്റ്റ് തമിഴന്മാർക്ക് അങ്ങനെ മനസ്സിലായി. ഇത്രയും മികച്ച ഒരു ക്വാളിറ്റി ടൈം ട്രാവൽ സിനിമ ഇന്ത്യയിൽ അങ്ങനെ വന്നിട്ടില്ല. മാത്രവുമല്ല ഒരു മാസ് വില്ലനും ഉണ്ടായിരുന്നു. പിന്നീട് തിയേറ്ററിൽ ഇറക്കേണ്ടിയിരുന്ന സൂര്യ പോട്ടർ, ജയ് ഭീം തുടങ്ങിയ സിനിമയല്ല OTT-യിൽ ഇറക്കി. 2 സിനിമയും വിജയമായിരുന്നു. പക്ഷെ OTT ആയിപ്പോയി. സൂര്യ പോട്ടർ സിനിമയ്ക്ക് സൂര്യണ്ണന്റെ പെർഫോമൻസിന് നാഷണൽ അവാർഡ് കിട്ടി. പിന്നീട് ET സിനിമ ഇറങ്ങി. വലിയൊരു ബോംബായിരുന്നു. പിന്നീടാണ് വിക്രം സിനിമയിൽ റോളക്സ് ക്യാരക്ടറൈസ് ചെയ്തത്. നമുക്ക് പറയേണ്ട ആവശ്യമില്ല, ഈ ഒരു ക്യാരക്ടർ സൗത്ത് ഇന്ത്യ മുഴുവൻ ട്രെൻഡായിരുന്നു. മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ എങ്കിലും വളരെ ഫാൻ ബേസ് ഉള്ള ഒരു ഐക്കോണിക് ക്യാരക്ടറായി മാറി. വിക്രം സിനിമ ഇത്രയും വലിയൊരു വിജയമാകാൻ റോളക്സ് ക്യാരക്ടറിന് ഒരു പങ്കും. പിന്നീടാണ് വലിയ ഹൈപ്പിൽ വന്ന് കങ്കുവ സിനിമ ഇറങ്ങിയത്. സിനിമ വലിയൊരു ബോംബായിരുന്നു. നിലവിൽ റിട്രോ ഇറങ്ങി. ഈ ഒരു സിനിമയിൽ പ്രതീക്ഷിച്ചത്ര വിജയമായില്ല. സൂര്യണ്ണൻ ഇങ്ങനെ ഡൗൺ ആവാൻ കാരണം സ്ക്രിപ്റ്റ് നോക്കാതെ ബന്ധങ്ങളെ നോക്കിയാണ് നിലവിൽ സൂര്യണ്ണൻ സിനിമ എടുക്കുന്നത്. സ്റ്റുഡിയോ ഗ്രീൻ, 2D, ഡ്രീം വാരിയർ തുടങ്ങിയവയെല്ലാം സൂര്യണ്ണന്റെ റിലേറ്റീവ്സിന്റെ. ശിവ അടക്കം സൂര്യണ്ണന്റെ റിലേറ്റീവ് ആണ്. മാസ്, സിംഗം 3, TSK, കങ്കുവ തുടങ്ങിയവയെല്ലാം ഈ ഒരു ടീംസിന്റെയാണ്. മാത്രവുമല്ല നിലവിൽ സൂര്യണ്ണന്റെ സിനിമകൾക്ക് സ്ക്രിപ്റ്റ് സെലക്ഷൻ വൈഫായ ജ്യോതികയാണ്. ഇങ്ങനെയുള്ള എക്സ്പീരിമെന്റൽ സിനിമകൾ ചെയ്യുന്നത് നിർത്തി ഫാൻസിന് വേണ്ടി സൂര്യണ്ണൻ സ്വന്തമായി സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്ത് സൂര്യണ്ണന് ഈസി ആയി തിരിച്ചു വരാം. അഭിനയത്തിന്റെ കാര്യത്തിൽ സൂര്യണ്ണൻ എവിടെയും പൊട്ടി. പഴയ സ്റ്റാർഡമാണ് നിലവിൽ സൂര്യണ്ണൻ തിരിച്ചു പിടിക്കേണ്ടത്. ഇനി വരാൻ പോകുന്നത് വാടിവാസൽ, റോളക്സ് സ്റ്റാൻഡലോൺ, RJ ബാലാജിയുടെ ഒരു സൂര്യപ്പടം. ഇവ 3 സിനിമയും പവർഫുൾ ഡയറക്ടേഴ്സ് ആണ്. പലരും കരുതുന്നത് വാടിവാസൽ സിനിമ ഡ്രോപ്പ് ഔട്ട് ആയെന്നാണ്. എന്നാൽ അങ്ങനെയല്ല. ഈ ഒരു സിനിമ ഉടൻ തന്നെ വരും. ഒരു ജല്ലിക്കെട്ടിനെ ബേസ് ചെയ്തു വളരെ ത്രില്ലിംഗ് സ്റ്റോറിയാണ്. അച്ഛന്റെ മരണത്തിന് കാരണമായ ഒരു കാളയെ ജല്ലിക്കെട്ടിൽ പിടിച്ചു കെട്ടാൻ നോക്കുന്ന നായകൻ. അങ്ങനെ നോവലിനെ ബേസ് ചെയ്തിറക്കുന്ന വളരെ ത്രില്ലിംഗ് സ്റ്റോറിയാണ്. ഇതിലൂടെയെല്ലാം പഴയ സൂര്യണ്ണൻ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കുക.